ഞാൻ മോനെ ഞാൻ ഒടിച്ചെന്നോ അങ്ങനെ അടിപൊളി. അപ്പോൾ നമസ്കാരം ഗൈസ്, ക്യാപ്റ്റൻ നോമാഡിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യെസ്ദിക്ക് കുറേ നാളായിട്ട് ഒരു പ്രശ്നമുണ്ട്. അതായത് യെസ്ദിൻ്റെ ഗിയറിൻ്റെ സ്പ്രിങ് പോയി. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്ദിയുടെ ഗിയർ ഉണ്ടല്ലോ, നമ്മുടെ ധർമ്മജൻ പറയണ പോലെ രതീഷിനെ പോലെ ഇരിക്കും. പിടിച്ച് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊങ്ങും, ഒരു തള്ളു കൊടുത്തു കഴിഞ്ഞാൽ താഴും. സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലാത്തൊരു ഗിയറാണ്. ഗിയറല്ല, ഗിയർ ലിവർ. അപ്പം ഞാൻ ഇക്കയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇക്കയുടെ സ്പ്രിങ് ഉണ്ട്, പക്ഷെ വണ്ടി തുറന്നു കഴിഞ്ഞാൽ തിരിച്ച് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പാക്കിംഗ് ഇല്ല, അതായത് എൻജിൻ്റെ പാക്കിംഗ് ഇല്ല. അപ്പം നമ്മൾ ഇപ്പോൾ ഈ ലോകത്താരും കാണിക്കാത്ത മണ്ടത്തരം, ലോകത്താരും കാണിക്കാത്തതെന്ന് പറയാൻ പറ്റില്ല, ഇതിനൊക്കെ വലിയ അബദ്ധങ്ങൾ കാണിക്കുന്ന ടീംസ് ഉണ്ടാവും, അതെന്തേലും ആവട്ടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ 100 രൂപയുടെ 70 രൂപയുടെ അങ്ങോട്ട് പാക്കിങ് മേടിക്കാനായിട്ട് നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് തൃശ്ശൂർ വരെ പോവാണ്. കൊറോണ സമയമായതുകൊണ്ട് ട്രെയിനില്ല, ബസ്സില്ല. ഉണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ പോവില്ല, വേറെ കാര്യം. ഞാൻ ആദ്യം ബൈക്കിന് പോകാനാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ പിന്നെ കാലാവസ്ഥയും പിന്നെ നമ്മുടെ കൊറോണയുടെ ഒരു ഇരിപ്പ് വശമൊക്കെ വെച്ചിട്ടേ കാറാണ് കുറച്ചും കൂടി സേഫ്. ഞാനിപ്പോൾ അധികം നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കണമൊന്നുമില്ല. ഞാൻ ഇനിയിപ്പോൾ നമുക്ക് നേരെ കടയിലെത്തിയിട്ട് ഗോപ്രോ ഓണാക്കാൻ വേണ്ടി. ഓക്കെ, കടയിലെത്തിയിട്ട് സംഭവം ചെയ്യാൻ പറ്റിയില്ല, ക്ഷമിക്കണം. കാരണം ഒടുക്കത്തെ തിരക്കായിരുന്നു, ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മുടെ വണ്ടി നസീർക്കടയിലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്താ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാക്കിലെ ടയർ ഫുള്ള് മൊട്ടയായിരുന്നു. അപ്പോൾ ഞാനിത് പുതിയൊരു ടയർ കയറ്റി. ഇത് TVSൻ്റെ ഒരു ടയറാണ്, 1600 രൂപ വില വരുന്ന ഒരു ടയറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറാണ്, കുറേ പേര് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ബാക്കിൽ 16ൻ്റെ റിമ്മ് കയറ്റണ RX പ്രാന്തന്മാർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മോട്ടോടിയാണ് അധികവും യൂസ് ചെയ്യണത്. എന്നാലും ഇത് കുറച്ചും കൂടി റോഡ് യൂസിന് കുറച്ചും കൂടി നല്ലതാണ്. അത്യാവശ്യം ഇപ്പം നിങ്ങൾക്ക് കാണാം, ട്രെഡ്സൊക്കെ ഭയങ്കര വലിയ ട്രെഡ്സ് എന്ന് പറയാനില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓഫ് റോഡ് ടയേഴ്സിനൊക്കെ വരുന്ന പോലത്തെ ട്രെഡ്സ് അല്ല, അത്യാവശ്യം കുഴപ്പമില്ല, റോഡ് യൂസിന് പറ്റിയ ടയറാണ്. പിന്നെ യെസ്ഡിയിലൊക്കെ നല്ല അത്യാവശ്യം റോഡ് ഗ്രിപ്പൊക്കെ കിട്ടുന്ന ടയറാണ്, കുഴപ്പമില്ല. വെറ്റ് റോഡ്സിലൊന്നും വലിയ സീനില്ല. ഞാൻ അധികം നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് ടയർ മാറ്റിയതിൻ്റെ പിന്നെ പുറകെ തന്നെ ഞാൻ വണ്ടി കൊണ്ട് നസീർക്കടയിൽ കയറ്റി. അപ്പോൾ അധികം ഞാൻ ഓടിയിട്ടില്ല ഈ ടയറിൽ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ടയർ മാറ്റാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഒരു വലിയൊരു സംഭവം അറിഞ്ഞത്. നമ്മുടെ ഈ റിമ്മുണ്ടല്ലോ, ഇത് സർക്കിളിൽ ഇരിക്കണതിന് പകരം ഓവലിലായിരുന്നായിരുന്നു. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എൻ്റെ ബാക്കിൽ എനിക്ക് തോന്നണത് എൻ്റെ ബാക്കിലെ ഷോക്ക് ഔട്ടായിരുന്നു. അപ്പോൾ ഈ കുണ്ടും കുഴിയൊക്കെ ചാടുമ്പോൾ അടിച്ചത് ചപ്പാത്തിയുടെ മാവ് പരത്തണ രീതിയിലായിരുന്നു. ചില സ്പോക്കൊക്കെ വലിഞ്ഞിങ്ങനെ, ചിലതൊക്കെ ഇങ്ങനെ ചുരുങ്ങി, വല്ലാത്തൊരു ദയനീയ അവസ്ഥയായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ ഇവിടെ നല്ലൊരു ജിമിട്ടുകെട്ടൻ സാരി കാർഡ് ഉണ്ടായിരുന്നു. അത് ഞാനങ്ങോട്ട് ഊരി മാറ്റി. കാരണം എനിക്ക് ബാക്കിലെ ബ്രേക്ക് റാഡിന് ചെറിയ കംപ്ലയിൻറ്റ് വന്നായിരുന്നു. അതായത് ഈ സ്പ്രിങ്ങിന് പ്ലേ ഉണ്ടായില്ല. ഈ സ്പ്രിങ് അങ്ങോട്ട് നമ്മളിപ്പോൾ ബ്രേക്ക് ചവിട്ടി കഴിയുമ്പോൾ ഈ സാധനം ഇങ്ങനെ മുന്നോട്ട് വലിയുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നട്ടും കൂടി കയറ്റി. അപ്പോൾ അത് ആ സ്പ്രിങ് ഒന്ന് ടൈറ്റായി, ഒന്ന് ലോഡായി. അപ്പോൾ അതാണ്. അപ്പോൾ അപ്പോൾ അധികം ബാക്കിൽ എനിക്കധികം അറിയാൻ പറ്റണ്ടായില്ല ഈ റിമ്മിൻ്റെ ഒരു ഷേപ്പും. അത് നമ്മൾ പിന്നെ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ഇവിടെ ഇങ്ങനത്തെ ഒരു നശിച്ച സാധനം ഇരിക്കണോണ്ട് ഞാൻ അധികം നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ലല്ലോ. പിന്നെ വണ്ടി വാഷ് ചെയ്യുമ്പോഴും സാരി കാർഡ് കഴുകുക എന്ന് പറയുന്നത് വലിയ ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോൾ വണ്ടി കഴുകുമ്പോൾ എപ്പോഴും ഞാനത് ചെയ്യാറില്ലായിരുന്നു. വല്ലപ്പോഴൊക്കെ ചെയ്യും. വണ്ടി കഴുകണത് ഒരു ഭൂലോക വിറ്റാണ്. ഞാൻ അവിടെ ഇതുകൊണ്ട് അവിടെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. അവിടെ ഒരു ബ്രഷ് ഉണ്ട്, ഒരു ചെറിയ പഴയ ടൂത്ത് ബ്രഷ്. അതും വെച്ചാൽ ഞാൻ വരച്ചോണ്ടിരുന്നായിരുന്നേ. ഓരോ സൈഡിലായിട്ട്. ഇങ്ങനത്തെ പഴയ വണ്ടിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ
അതൊരു രസമാണ്. പിന്നെ അപ്പോൾ നമ്മൾ ഇക്കടയിൽ കയറ്റിയത് എന്താണെന്ന് ഞാൻ മേജറായിട്ട് പറയാൻ മറന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെറിയ ഷോക്കിന് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമായിരുന്നു. ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തി നമ്മൾ. പിന്നെ എൻ്റെ വണ്ടീൻ്റെ ഈ ഗിയർ ഉണ്ടല്ലോ, അതെനിക്ക് തോന്നണേ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇക്കടയിൽ വണ്ടി കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിന് ഗ്യാസ്കറ്റ് മേടിക്കാൻ, പാക്കിംഗ് കിറ്റ് മേടിക്കാനായിട്ട് പോയായിരുന്നു. അപ്പോൾ ആ പോണ വീഡിയോ അത് ഞാൻ രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടിടാം കേട്ടോ. അതിൽ ഞാൻ പറയുന്നുണ്ട് ഈ സാധനം ഇങ്ങനെ രതീഷിനെ പോലെ, നമ്മുടെ ധർമ്മജൻ്റെ രതീഷില്ലേ, അതുപോലെ ഇങ്ങനെ കിടന്ന് കളിക്കുമായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, ഇതിപ്പോൾ ഈ പ്ലേ ഉള്ളതാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗിയർ ഇടണമെങ്കിലേ ഇതിങ്ങനെ ഈ എന്താ പറയണേ ചീഞ്ഞ പഴം പോലെ ഇങ്ങനെ കിടക്കും. ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളപ്പോൾ സെക്കൻഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ കിടക്കും. തിരിച്ച് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കാലം വെച്ച് വീണ്ടും തോണ്ടണം. അപ്പോഴേ അത് ഇതാവുള്ളൂ, പ്രോപ്പർ പൊസിഷനിലേക്ക് അത് വീണ്ടും വീഴുള്ളൂ. അപ്പോൾ അതൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്പ്രിങ് പോയതാണ്. സ്പ്രിങ് നമ്മൾ മാറ്റി. അത് ഇപ്പോൾ കാണാൻ പറ്റും ഇവിടെ, ഇതേ കണ്ട പുത്തൻ ഗ്യാസ്കറ്റൊക്കെ നിൽക്കണണ്ടാ. പിന്നെ ഇക്കയുടെ വക കുറേ പരിപാടികൾ നടത്തി. പിന്നെ ഞാൻ പറയാൻ മറന്നു പോയ സാധനം, നമ്മുടെ ബ്രേക്ക് ലൈൻ ഭയങ്കര പ്രശ്നമായിരുന്നു. നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റിട്ടേൺ വരില്ലായിരുന്നു. ഈ ലിവർ നമ്മുടെ സാധാരണ വണ്ടികളിൽ കാണുന്ന പോലത്തെ ഒരു മെക്കാനിസം അല്ല. സാധാരണ വണ്ടികളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട്, ഇപ്പം ഞാൻ എൻ്റെ ബോക്സറിൽ കാണിച്ചു തരാം. അപ്പുറത്തെ സൈഡാണല്ലേ. ഇതിപ്പോൾ ഇങ്ങനെ വരുന്നു. ഇവിടെ ഇതുണ്ട്, ഷാഫ്റ്റ് ഉണ്ട്. വലിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ കേബിൾ ഇങ്ങനെ ബാക്കിലോട്ട് ഇതിങ്ങനെ ഇപ്പോൾ കാണണമെങ്കിൽ വലിച്ചു കഴിയുമ്പോൾ ഇതാവണു, ഇത് ഇങ്ങോട്ട് ഞങ്ങളും ബ്രേക്ക് ഷൂ പിടിക്കുന്നുണ്ട്. ഓക്കെ, മറ്റേതിൽ നേരെ തിരിച്ചാണ്. ഒന്നാമത്തെ കാര്യം സൈഡ് ഇത് ലെഫ്റ്റ്. അപ്പോൾ സൈഡ് വ്യത്യാസമുണ്ട്. അടിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ നിന്ന് ഇത് വലിക്കുകയല്ല ചെയ്യണം. ശരിക്കും അങ്ങനെ വെക്കണതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. ഇതാണ് വലിയേണ്ടത്. എന്തായാലും ഇപ്പോൾ അങ്ങനെ ചെയ്തു. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് സംഭവം. ഇതിനെന്തെങ്കിലുമൊക്കെ ദുരൂഹത ഉണ്ടോയെന്നൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. അപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു ലിവറും ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് അവർ ചെയ്തേക്കണേ. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒരു മൊത്തത്തിലൊരു ജിമിട്ട് കെട്ടൻ ലുക്കാണ്. വലിയൊരു ഹബ്ബും അതിൻ്റെ മുകളിൽ നിറച്ച് ഇരുമ്പിൻ്റെ റോഡുകളും സംഭവങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇത് ശോകമായി കിടക്കായിരുന്നു. നമ്മളിങ്ങനെ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കും, റിട്ടേൺ വരില്ലായിരുന്നു. ഓക്കെ, ഇപ്പം എന്തായാലും ഇക്ക ഹാസ് വർക്ക്ഡ് ഹിസ് മാജിക് ആൻഡ് നമ്മുടെ സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇക്ക അവിടെ ഇവിടെയൊക്കെ ടച്ചപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. വണ്ടി എന്തായാലും ഓടിക്കാനായിട്ട് നല്ല വ്യത്യാസമുണ്ട്. ഞാൻ വണ്ടി മേടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അത്ര അറിവില്ല. ഞാൻ വണ്ടി മേടിച്ചത് വലിയ Yezdi പ്രാന്തനായിട്ടൊന്നുമല്ല മേടിച്ചത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊരു വീഡിയോയിൽ. കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ മേടിച്ചു, അത്രേ ഉള്ളൂ. മേടിക്കാനൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ എന്നാലും രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് മേടിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ പിടുത്തം ഉണ്ടായില്ല. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നേ, ഞാനിപ്പോൾ എന്താ പറഞ്ഞു വന്നതെന്ന് പറയുമ്പോഴേ എന്നെ ഫോൺ ചെയ്യണ ചില കൂട്ടുകാർ ഇപ്പോൾ ചിരിക്കും. കാരണം അവർക്കറിയാം ഈ സംഭവം. ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പോയി കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്നുള്ളത് മറന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പോൾ ഇക്ക അറിഞ്ഞ് കണ്ട് കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. വലിയ പൈസയും ആയിട്ടില്ല. നമ്മൾ നിസാര പൈസയിലാണ് സംഭവങ്ങൾ ഫുള്ളൊന്ന് സെറ്റാക്കി എടുത്തത്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വണ്ടി ആ സമയത്ത് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഈ വണ്ടി ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പ്രോപ്പർ Yezdi അതിന് മുമ്പ് ഓടിച്ചിട്ടില്ല. പിന്നെ അപ്പോൾ ഓവർ ടൈം പിന്നെ ഓടിക്കാനും വലിയ കാര്യമായിട്ട് അറിയില്ല, ഗിയർ ഇടാനും അങ്ങനത്തെ സംഭവങ്ങളല്ല ഞാൻ പറയണത്. ഒരു ബേസിക് മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ എനിക്കറിയാം. അപ്പോൾ Yezdiന് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ നമ്മുടെ കിക്കറും പിന്നെ ഗിയറിൽ നമ്മുടെ എന്താ പറയണേ ഗിയർ മാറ്റേണ്ട സിസ്റ്റമൊക്കെ ചെറിയൊരു വ്യത്യാസമുള്ളത്. അത് ഐ ഗോട്ട് യൂസ് ടു ഇറ്റ്. പക്ഷേ എന്താ പറഞ്ഞു വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ നമ്മൾ ഓടിക്കുമ്പോൾ വണ്ടി കറക്റ്റാണോ എന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരു ഫീൽ എനിക്ക് ഉണ്ടായില്ല. അപ്പോൾ അത് മേടിച്ചപ്പോൾ അങ്ങനെയായിരുന്നു, അതോ ഓവർ ടൈം എൻ്റെ ഓടിക്കൽ കാരണം വന്ന പ്രശ്നങ്ങളാണോ എന്നുള്ളത് അറിയില്ല. ഞാൻ ഓടിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങളാവാനാണ് സാധ്യത. കാരണം എൻ്റെ ബാക്കി Yezdi ഉള്ള കൂട്ടുകാരൊക്കെ പറയണത് നീ വെറും പ്രാന്തനട ചെങ്ങായി എന്നാണ്. കാരണം ഒരു Yezdi ഓടിക്കേണ്ട രീതിയിലല്ല ഞാൻ ഓടിക്കുന്നത്.
ഇപ്പോൾ കുറച്ചും കൂടിയൊക്കെ വിവരം വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി വൃത്തിയായിട്ട് ഓടിക്കുന്നുണ്ട്. എന്തായാലും അപ്പോൾ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് പുറത്ത് പോയിട്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് വർത്താനം പറയാം. ഓക്കെ. എപ്പട്ടെ വേറൊരു സംഭവം എന്താണെന്ന് അറിയോ, അടിച്ചു കഴിഞ്ഞാണ്ടല്ലോ വണ്ടി അറ്റത്തെത്തി കഴിയുമ്പോൾ ടകേ എന്നൊരു അച്ചയായിരുന്നു. അതൊക്കെ മാറിയപ്പോൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. സംഭവം ഉണ്ടായിരുന്നതെന്ന് പറയട്ടെ, നമ്മുടെ ഇപ്പോൾ ഈ ബ്രേക്ക് ലിവർ ആണല്ലോ, ഇത് ഞാൻ ചവിട്ടി കഴിഞ്ഞാൽ ഇതും തിരിച്ച് റിട്ടേൺ വരില്ലായിരുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബ്രേക്ക് പിടിക്കും, അത് കഴിഞ്ഞിട്ട് ഈ കാലം വെച്ചത് തോണ്ടി മുകളിലേക്ക് ഇടും. മൊത്തത്തിൽ ഞാനൊരു ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്തിരുന്നത് ഒരു വൺ മാൻ ആർമീനെ പോലെയാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. എനിക്ക് വണ്ടിയിൽ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്താ പറയുക, പൊതുവെ എല്ലാ ടൂ സ്ട്രോക്സിലും കണ്ടുവരുന്ന ഒരു സംഭവമാണ്. എന്നാലും നമ്മളുണ്ടല്ലോ വണ്ടി ഉണ്ടല്ലോ വലിപ്പിച്ചല്ല, നമ്മളിങ്ങനെ മുട്ടിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ വണ്ടി ഹയർ ഗിയറിൽ ലോവർ റെവിൽ ഓടിച്ച് കഴിയുമ്പോണ്ടല്ലോ വണ്ടി ഇങ്ങനെ ഓരോ പ്രാവശ്യം പൊട്ടുമ്പോണ്ടല്ലോ ഒരു ചാട്ടമുണ്ട് വണ്ടിക്ക്. അയ്യോ അതൊരു രസം കേട്ടോ, ഒന്നും പറയാനില്ല. അത് ഓയില് ഒരു 250 ml. 250 ml. 250 ml. 250 ml. ആട്ടാ ഒറ്റടിക്കാർ ഇത്ര പെട്രോൾ അടിക്കാറില്ല, ഓയിൽ അടിക്കാറില്ല എന്ന് തോന്നുന്നു. പഴയ അതെ അതെ. സ്കാൻ ചെയ്തു 467 അടിക്കട്ടോ. 467 ആയിരുന്നു കേട്ടോ. 467 ഇതായില്ല. ഓക്കെ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആ പുള്ളിക്കാരൻ്റെ നമ്മൾ കണ്ടതല്ലോ, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പുള്ളി ഇത് ചെയ്യുന്നത് ഒക്കെ, അതൊക്കെ കുഴപ്പമില്ല. അതൊക്കെ സാധാരണ മനുഷ്യന്മാർക്കുള്ള ഒരു, ചിലർ അങ്ങനെയാണ്, ചിലർ ഇത്തിരി എക്സൈറ്റഡ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ ഇത്തിരി ഓവർ എക്സൈറ്റഡ് ആയിരിക്കും. നമ്മളിപ്പോൾ കണ്ടില്ലേ പുള്ളി 467 എന്ന് പറഞ്ഞ് ഒരു 100 പ്രാവശ്യം എന്നോട് പറഞ്ഞു. അത് ചിലവരുടെ സ്വഭാവം. പക്ഷേ പുകയണണ്ട. ഞാൻ പറഞ്ഞത് സ്റ്റക്കായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ കഷ്ടം തിരി വെട്ടി നാശമായി കിടക്കുക. എനിക്ക് പുള്ളിക്കാരനെ കണ്ടു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എൻ്റെ ഒരു കൊളീഗുണ്ട്. നമ്മൾ എല്ലാവർക്കും ഉണ്ടാവും അങ്ങനത്തെ ഒരു കൊളീഗ്, ഒരു ഭൂലോക തെണ്ടി. അവൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കോവിഡൊക്കെയാണ്, നമ്മളെല്ലാവരും വർക്ക് ഫ്രം ഹോമൊക്കെയാണ്. ജോലി ചെയ്യണവർ അറ്റ്ലീസ്റ്റ് മിക്കവാറും വർക്ക് ഫ്രം ഹോമാണ്, അല്ലെങ്കിൽ പിന്നെ ഉണ്ടാവില്ല ജോലി എന്തെങ്കിലും. ഇപ്പോൾ പല കമ്പനികളും ഇപ്പോൾ കുറേ നാളായിട്ടും ഹോൾഡിലാണ്. അങ്ങനത്തെ സ്ഥിതിയിൽ അത് ഓക്കെ, വർക്ക് ഫ്രം ഹോം ഉള്ളവർക്ക് അറിയാം, ഏറെക്കുറെ നമ്മുടെ നോർമൽ ഒരു ഇതും വെച്ച് നോക്കുകയാണെങ്കിൽ ജോലി ഇത്തിരി കുറവാണ് നമുക്ക്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. പക്ഷെ ആരും അഡ്മിറ്റ് ചെയ്യാൻ താല്പര്യപ്പെടാത്തൊരു സംഭവമാണത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ പറയാട്ടോ, പോയി നോക്കിയിട്ട് എൻ്റെ അവസ്ഥ ഉണ്ടോ വെൽഡ് ഇതൊക്കെ കിട്ടിയിട്ട്. അപ്പോൾ പറഞ്ഞു തന്നത്, അത് വേണ്ട, ഇത് കഴിയട്ടെ, ഈ സാധനം ഒന്ന് മേടിക്കട്ടെ കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു ചങ്ങായി ഉണ്ട്. ആ പുള്ളിക്കാരൻ്റെ സ്ഥിരം പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ഭയങ്കര പെർഫെക്ഷനാണ്. അതായത് ഞാൻ ഭയങ്കര പണിയാണ്. ഞങ്ങൾക്ക് റിപ്പോർട്ടിംഗ് മാനേജേഴ്സ് ഉണ്ട്.
അവർ ബാംഗ്ലൂരിലാണ്. ഞങ്ങളാണെങ്കിൽ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ കിടക്കുക. ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ ജോലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും സോൺ, അതായത് ഓരോരുത്തർ ഓരോ സ്റ്റേറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്റ്റേറ്റ് ലെവലിലുള്ള ഒരു മാനേജ്മെൻറ്റ് പരിപാടിയാണ് നമുക്ക്. കമ്പനീനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, പോട്ടെ. ഒരു അനോണിമിറ്റി കിടക്കണ്ടേ നമുക്ക്. എന്നെ വിളിക്കണവരോടൊക്കെ ഞാൻ പറയാറുണ്ട് കേട്ടോ. പക്ഷേ അനോണിമിറ്റി കൊണ്ടുപോകണം എന്തെങ്കിലും ആവട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിപ്പോർട്ടിംഗ് മാനേജേഴ്സ് നമ്മളോട് റിപ്പോർട്ട് വെച്ച് കഴിയുമ്പോൾ ഇവന് ഭയങ്കര ഇളക്കമാണ്. ഇവൻ ചക്ക പറിച്ചു, മാങ്ങ എറിഞ്ഞു വീഴ്ത്തി, തേങ്ങ പുഴുങ്ങിയെടുത്തു എന്നുള്ള ഓരോ വീമ്പിളക്കലുകളാണ്. അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ചൊറിഞ്ഞു വരും. അപ്പോൾ ഇതെന്തിനപ്പോൾ ഞാനിവിടെ പറയണേന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവും. വെറുതെ പറഞ്ഞെന്നുള്ളൂ. കറക്റ്റ് കയറിയോന്ന് അറിയാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. മോനെ ഞാൻ ഒടിച്ചു എന്നാ അങ്ങനെ അടിപൊളി. എൻ്റെ വിരലിലുണ്ടാവുന്ന പ്രിയ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദയവ് ചെയ്ത് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച പോലെ വണ്ടി ഓടിക്കരുത്.